Hello my dear students, welcome back to Corporate Regulation 21 session. നമ്മളിന്ന് പ്രോസ്പെക്ടസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാണ്. ആ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ് സ്റ്റേറ്റ്മെൻറ്റ് വന്നാലുള്ള ലയബിലിറ്റീസ് ബാധ്യത എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു സർക്കുലേറ്റ് ചെയ്ത ശേഷം ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും അസത്യമായിട്ടുള്ളതോ മിസ്ലീഡിംഗ് ആയിട്ടുള്ളതോ എന്തെങ്കിലും രീതിയിലുള്ള കണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അത് അനുവദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഓക്കെ, സോ ഏതെങ്കിലും വ്യക്തികൾ ഇത്തരത്തിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ഇത്തരത്തിൽ പ്രോസ്പെക്ടസിൽ ഈ പറയുന്ന അസത്യമായിട്ടുള്ളതും മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ സെക്ഷൻ 447 അനുസരിച്ച് ലയബിളാണ്. ഇനി സപ്പോസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ഇതുപോലെ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിന് ആ ഇൻക്ലൂഡ് ചെയ്ത വ്യക്തിക്ക് അതിന് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നീട് അതിന് റീസണബിൾ ആയിട്ടുള്ള ഒരു വിശ്വാസം അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഈ പറയുന്ന പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ബിലീവ് ചെയ്യുന്നു, അത് ആ പ്രോസ്പെക്ടസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒമിഷൻ ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവും. ഓക്കെ, അതാണ് ലയബിലിറ്റി ഫോർ മിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സിവിൽ ലയബിലിറ്റി ഫോർ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. നമ്മൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോസ്പെക്ടസിൽ ചെയ്തത് അതിനെന്താ സിവിൽ ലയബിലിറ്റി എന്താണ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോസ്പെക്ടസിൽ നമ്മൾ സാധാരണ സെക്യൂരിറ്റീസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ അതിൽ ഈ സെക്യൂരിറ്റീസിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നതോ ഒമിറ്റ് ചെയ്യുന്നതോ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള രീതിയിൽ ആണെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ലോസോ ഡാമേജസ് ഒക്കെ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവും. മെയിനായിട്ടും നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ, ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത സമയത്തുള്ള ഡയറക്ടർ, പിന്നെ അദ്ദേഹം ഓതറൈസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് ആ പ്രോസ്പെക്ടസിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഡയറക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡയറക്ടർ ഇതിന് ലയബിളാണ്. പിന്നെ കമ്പനിയുടെ പ്രൊമോട്ടർ ഇതിന് ലയബിളാണ്. പിന്നെ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത ഓതറൈസ് ചെയ്തിട്ടുള്ളവർ ഇതിന് ലയബിളാണ്. അപ്പം നമ്മളുടെ ഈ കമ്പനി ആക്ട് പ്രകാരം സബ് സെക്ഷൻ 5 സെക്ഷൻ 26 ഇതിന് നമുക്കൊരു ഇത് പനിഷ്മെൻറ്റിന് വിധേയമാവുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ. ഓക്കെ, അതുമാത്രമല്ല ആ മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ലോസ് ഓർ ഡാമേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കുകയും വേണം. ഇനി ചില വ്യക്തികൾ ഇത്തരത്തിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ലയബിൾ അല്ലാത്ത ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പ്രൂവ് ചെയ്യാണ്, അതായത് ഈ പറയുന്ന കമ്പനിയുടെ ഡയറക്ടറായിട്ട് അവർ ഫോം ചെയ്തു, പക്ഷെ അവരുടെ അനുവാദം ഇല്ലാതെയാണ് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന ലയബിലിറ്റിയിൽ നിന്നും ഒഴിവാവാം. പിന്നെ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാണ് അയാളുടെ ഡയറക്ടറുടെ നോളേജ് അല്ലാതെ എന്നുള്ളത് ഈ ഡയറക്ടർ തെളിയിച്ചു കഴിഞ്ഞാലും നമുക്ക് തീർച്ചയായിട്ടും അതൊരു പബ്ലിക് നോട്ടീസ് കൊടുത്തുകൊണ്ട് ആ ഡയറക്ടർ ആ ലയബിലിറ്റിയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. ഇനി ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത ഒരാൾ അത് വാങ്ങിച്ചു, അതുകൊണ്ട് അയാൾക്ക് ലോസോ ഡാമേജ് ഉണ്ടായി. പക്ഷെ ആ പ്രോസ്പെക്ടസിൽ ഈ പറയുന്ന പോലെ ലോസോ ഡാമേജ് ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടും അത് പിൻവാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ പറയുന്ന ലോസ് ആൻഡ് ഡാമേജിന് ഈ പറയുന്ന കമ്പനിയുടെ അതോറിറ്റീസ് ലയബിലിറ്റി ആവും. അതാണ് അടുത്ത കാര്യം പറയുന്നത്. ഇനി ഇങ്ങനെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിൽ വരുന്നതിന് റെമഡീസ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ഇവരെല്ലാം അതിന് ലയബിളായിരിക്കും. പിന്നെ ആരൊക്കെയാണ് ഓതറൈസ് പേഴ്സൺസ് അവരെല്ലാം ഇതിന് ലയബിളായിരിക്കും. ആ ലയബിലിറ്റി എന്ന് പറയുന്നത് 3 രീതിയിലാണ്: സിവിൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി, ലയബിലിറ്റി അണ്ടർ ദ ലോ ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിലാണ്. ഇനി സിവിൽ ലയബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ
ഇതുകൊണ്ട് ബാധിക്കപ്പെടുന്ന ഷെയർ ഹോൾഡർ എന്താണ് ഈ പറയുന്ന മിസ്ലീഡിങ് പ്രോസ്പെക്ടസ് കൊണ്ട് അയാൾക്ക് ബാധിപ്പുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ അഗെയിൻസ്റ്റ് റെമഡി ആവശ്യപ്പെടുന്നുണ്ടാവും. ആ റെമഡി നമ്മുടെ ഡയറക്ടറും പ്രൊമോട്ടർ എക്സ്പേർട്സാണ് ആ റെമഡീസ് ചെയ്യേണ്ടത് സിവിലായിട്ട്. അപ്പോൾ ആ കമ്പനിയുടെ അഗെയിൻസ്റ്റ് റെമഡീസ് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അത് 2 രീതിയിലാണ്. റിസിഷൻ ഓഫ് കോൺട്രാക്റ്റ്, ഡാമേജ് ഫോർ ഫ്രോഡ് എന്നുള്ള 2 രീതിയിലാണ് റെമഡീസ് വരിക. അതിൽ റിസിഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്ത ഒരു വ്യക്തി, ഷെയർ ഹോൾഡർ, അദ്ദേഹം എടുത്ത ആ പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് ആ കോൺട്രാക്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അത് ഇൻറ്റൻഷനലി മനഃപൂർവ്വം ഉണ്ടാക്കിയത് മനഃപൂർവ്വം ഉണ്ടാക്കാത്തതോ വാട്ടെവർ മേ ബി അത് മിസ്സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അയാളുടെ ഷെയർസ് അയാൾക്ക് കമ്പനിയിൽ സറണ്ടർ ചെയ്യാം. എന്നിട്ട് അയാളുടെ പേര് രജിസ്റ്ററിൽ നിന്നും റിമൂവ് ചെയ്യാം. ഇനി അയാൾ പേ ചെയ്ത എമൗണ്ട് കമ്പനി അയാൾക്ക് റിഫണ്ട് ചെയ്യണം. അത് ചില ഫോളോയിങ് കണ്ടീഷൻസിലാണ് റിഫണ്ട് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഫോളോയിങ് അവർ പേ ചെയ്യുന്ന സമയത്ത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ആ കോൺട്രാക്റ്റിലുള്ളത് അത് മെറ്റീരിയലൈസ് ചെയ്യണം. അത് എത്രത്തോളം അത് മിസ്സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, അതെങ്ങനെയായിരുന്നു എന്നുള്ളത് മെറ്റീരിയലൈസ് ചെയ്യണം, അത് എക്സ്പ്രസ് ചെയ്യണം. പിന്നെ ഈ ഷെയർ ഹോൾഡറിനെ ആ ഒരു അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും അയാളെ റിലീവ് ചെയ്യണം. പിന്നെ ഈ ഷെയർ ഹോൾഡറിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇല്ല, ഇനി ഫർദർ ഇങ്ങനെ ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇനിയും ഷെയർസ് പർച്ചേസ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. ഈ ഷെയർ ഹോൾഡർ കമ്പനിയിൽ നിന്നും അയാളുടെ ഷെയർസ് വിഡ്രോ ചെയ്യുന്നത് മിക്കവാറും കമ്പനി ലിക്വിഡേഷൻ പോകേണ്ട ഒരു അവസ്ഥയിലാണെങ്കിൽ അതിന് മുമ്പേ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡാമേജസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാമേജസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കമ്പനിയിൽ ഫയൽ ചെയ്യാം. ഓക്കെ, ആ മിസ്സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണ് അയാൾക്ക് ഡാമേജ് ഉണ്ടായി, അതൊരു ഫ്രോഡലൻ്റ് ആക്ടിവിറ്റി ആയിരുന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഡാമേജിന് ക്ലെയിം ചെയ്യാം. പിന്നെ ഈ പറയുന്ന റെമഡീസ് നമ്മുടെ പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ്, എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺസ് ഓതറൈസ്ഡ് ഈ ഇഷ്യൂസ് ഓഫ് പ്രോസ്പെക്ടസിൽ വരുന്നത് അവരുടെ അടുത്തുനിന്നും റെമഡീസ് നേടാവുന്നതാണ്. ഇനി ഈ മിസ്സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാവുന്ന ഡാമേജസ് എന്താണ്? ഡയറക്ടർ, പ്രൊമോട്ടർ, എക്സ്പേർട്ടേഴ്സ്, പിന്നെ മറ്റുള്ള ഓതറൈസ്ഡ് പേഴ്സൺസ് അവരെല്ലാം ഇങ്ങനെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ലയബിളായിട്ട് മാറുന്നു. അവർക്ക് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതുകൂടാതെ ലോസ് ആൻഡ് ഡാമേജസ് എന്തെങ്കിലും അവർക്കുണ്ടെങ്കിൽ അതും അവർ ബെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ ഡാമേജസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഡാമേജസ് ഫോർ നോൺ ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, അത് പ്രോസ്പെക്ടസിൽ ഉൾപ്പെട്ടു, അതെന്തുകൊണ്ട് അങ്ങനെ നടത്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഈ പറയുന്ന ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ്, എക്സ്പേർട്ടേഴ്സ് ഇവരാരും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഏകദേശം 50,000 രൂപയുടെ ഫൈൻ ഉണ്ടാവാം. ഓക്കെ, ഇനി അത് മാത്രമല്ല, എന്തെങ്കിലും ഡാമേജസ് അത് ഷെയർസ് എടുത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അത് ആ ഡാമേജസ് വഹിക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഈ കമ്പനിയുടെ ആൾക്കാർക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ.